21/4/2026 രാവിലെ അനധികൃത മണ്ണെടുപ്പ് 6 വാഹനങ്ങൾ വിജിലൻസ് പിടികൂടി തൊടുപുഴ പോലീസിനെ ഏൽപ്പിച്ചു. മുതലക്കുളം പട്ടയംകവലയ്ക്ക് സമീപം സ്വകാര്യ വ്യക്തിയുടെ പുരയെടുത്ത് കെട്ടിട നിർമ്മാണമെന്ന പെർമിറ്റിൻ്റെ മറവിലായിരുന്നു അനധികൃത മണ്ണെടുപ്പ് നടന്നത്. ഈ സ്ഥലത്ത് അനധികൃത മണ്ണെടുപ്പ് പാറപൊട്ടിയിൽ ഇങ്ങനെ ഖനനം നടക്കുന്നുണ്ടെന്ന് നിരവധി പരാതികൾ വേണ്ടപ്പെട്ട പ്രാദേശിക ഉദ്യോഗസ്ഥർക്ക് കൊടുത്തിട്ടും യാതൊരു നടപടിക്രമങ്ങളും സ്വീകരിക്കാത്തതാണ് മാഫിയകളെ ഇങ്ങനെ വിളയാടാൻ പ്രേരിപ്പിക്കുന്നതും. ഇങ്ങനെ വിവിധ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് മണ്ണുമാഫിയകൾ ഈ നാടിനെയും ഭൂമിയെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വിജിലൻസിന് രഹസ്യമായി കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തെളിവ് സഹിതം ഈ വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തതും. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് തൊടുപുഴ സ്റ്റേഷൻ്റെ മുന്നിൽ, സിവിൽ സ്റ്റേഷൻ്റെ മുന്നിലും കൂടെയുള്ള ഈ സ്ഥലത്ത് ഒരു പാറമട മുഴുവനും ഖനനം ചെയ്യുന്ന വാഹനങ്ങൾ ലേലത്തിൽ പിടിച്ചുകൊണ്ട് വന്നിട്ടിരിക്കുന്നതാണ് ഒറ്റയടിക്ക് തോന്നിപ്പോകും. പക്ഷേ ഇത് അനുശാസിക്കുന്ന നിയമം അവർ കൊടുത്തിട്ടുണ്ട്. പേപ്പർ ഭാഗങ്ങൾ അനുസരിച്ചൊക്കെയാണ് പാറ ഖനനം ചെയ്യാനും മണ്ണെടുക്കാനൊക്കെ നിയമമുള്ളത്. പക്ഷേ പേപ്പർ കയ്യിലുണ്ട്. അതിൽ കൂടുതൽ ഇരട്ടിയുടെ ഇരട്ടി, രാത്രിയില്ല പകലും ഇല്ലാത്ത രീതിയിൽ. ഇത് മാത്രമല്ല, ഇവിടെ മിക്ക പാറമടകളും മണ്ണ് മാഫിയകളും ചെയ്യുന്ന തൊഴിൽ ഇതാണ്. ഇത് സർക്കാരിലേക്ക് കിട്ടേണ്ട വലിയ ഒരു നികുതിപ്പണം വെട്ടിപ്പും തട്ടിപ്പും നടത്തി ഇങ്ങനെ നിയമവിരുദ്ധമായി ഖനനം ചെയ്തിരിക്കുകയാണ്. പാറമട ചെന്ന് നോക്കിയാൽ അറിയാം. അതിപ്പോൾ ഇനിയിപ്പോൾ ഊരിയെടുക്കണി ഇവിടുത്തെ ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥർ ചെന്ന് അളന്ന് തിട്ടപ്പെടുത്തി അതെന്തോരം അനധികൃതമായിട്ട് മണ്ണ് ഖനനം ചെയ്തിട്ടുണ്ട്, പാറ പൊട്ടിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ കണക്കെടുത്താൽ വലിയ ഒരു തുക സർക്കാരിലേക്ക് കെട്ടേണ്ട വരും. കെട്ടിയാൽ മാത്രമേ ഇത് ഊരിയെടുക്കാൻ പറ്റുകയുള്ളൂ. അതേ രീതിയിലൊരു സ്ഥിതിവിശേഷമാണ് ഈ പാറമടയുമായി മണ്ണ് മാഫിയകളുടെ വിളയാട്ടവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഉള്ളടക്കം കിടക്കുന്നത്. ഇവിടെ കനത്ത വെയിലാണ്, ചൂട് സഹിക്കാൻ പറ്റാത്തപ്പോഴും അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളും മണ്ണിടിച്ചുകൊണ്ട് ഇടുന്നതും എല്ലാം ഇപ്പോഴും വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. നിലം നികത്തുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ അനുകൂലമായ നിലപാടെടുത്തതാണ് ഇതിനെല്ലാം കാരണം. അതുകൊണ്ട് നമുക്ക് നേരിട്ട് ചെന്ന് അവരോട് ചോദ്യം ചെയ്യാനോ നിയമപരമായി അവരെ ക്വസ്റ്റ്യൻ ചെയ്യാനോ സാധിക്കാത്ത ഒരവസ്ഥയും കൂടിയുണ്ട്. പക്ഷേ രാത്രിയിലും പാസിൻ്റെ സമയം ലംഘിച്ചും ചെയ്തിരിക്കുന്നതായിരിക്കണം. വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്ത് തൊടുപുഴ പോലീസിനെ ഏൽപ്പിച്ചതും. വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർ ഇതുപോലുള്ള ഭൂമാഫിയകളെ നിലയ്ക്ക് നിർത്തി ഈ പാരിസ്ഥിതിയും കുടിവെള്ള സ്രോതസ്സും സംരക്ഷിച്ചില്ലെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്നത് ഇനി കുടിവെള്ളത്തിനുള്ള ഒരു പോരാട്ടമായിരിക്കും. അതോടൊപ്പം പാരിസ്ഥിതി ആഘാതവും. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും KK വിജയൻ.